പമ്പ നേരത്തെ നമ്മൾ പ്രയാഗ്രാജിൽ നിന്നാണ് പമ്പയിലേക്ക് വന്നത്. അപ്പോഴാണ് കിരണിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പമ്പയെ സംബന്ധിച്ച് പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമം പോലെ തന്നെ പമ്പയിലെയും ത്രിവേണി സംഗമം ഏറെ പുണ്യമാണ്. ഈ അമൃതസ്നാനവുമായി ഒക്കെ വന്നിട്ട് ഇപ്പോൾ അമൃതകലശം തൂകിയതാണ് ഈ കുംഭമേളയുടെ പ്രധാന സ്ഥലങ്ങളുടെ ഐതിഹ്യമെങ്കിൽ ശിവമോഹിനി സംഗമത്തിന്റെ പ്രധാന ഒരു ഇടമായി അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അമൃത കലശം അപ്പാടെ വന്നൊരു സ്ഥലമായൊക്കെ അറിയപ്പെടുന്നത് പമ്പ ത്രിവേണിയാണ്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് പമ്പ ത്രിവേണി. അതുകൊണ്ട് ഇന്നലെയായിരുന്നു പമ്പാ സംഘവും പമ്പാ സദ്യയും ഒക്കെ ഇന്നലെ പമ്പയിൽ നടന്നു. അത് ഏതാനും വർഷങ്ങളായി അത് നാമമാത്രമായിരുന്നാൽ ഇത്തവണ മുതൽ അത് പൂർവാധികം ഭംഗിയായി ആ ചടങ്ങുകളിലേക്കൊക്കെ കടക്കുന്നുണ്ട്. ആലങ്ങാട്ട് പേട്ട സംഘത്തിന്റെ വകയായ പമ്പാ സദ്യ, ഒപ്പം പമ്പാ വിളക്കുമൊക്കെ ഇന്നലെ വൈകുന്നേരം പമ്പയിൽ നടന്നിട്ടുണ്ട്. ഒപ്പം ഇന്നിപ്പോൾ സന്നിധാനത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് ഹരിവരാസന പുരസ്കാരം. ഏതാണ്ട് കുറേ വർഷങ്ങൾ 5 വർഷത്തോളമായി ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയതാണ് ഹരിവരാസന പുരസ്കാരം. ഇത്തവണ അത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് സമ്മാനിക്കുന്നത്. ഏതാണ്ട് 10 മണിയോടുകൂടി വലിയ നടപ്പന്തലിലെ ഓഡിറ്റോറിയത്തിൽ അതിന്റെ ചടങ്ങുകൾ നടക്കും. നമുക്ക് മനോജ് ഉണ്ട് വലിയ നടപ്പന്തലിൽ നിന്ന്. മനോജ്, തീർത്ഥാടകരുടെ തിരക്കുണ്ട്, ഒപ്പം ഹരിവരാസന പുരസ്കാരം സമ്മാനിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ വലിയ നടപ്പന്തലിൽ പൂർത്തിയായിട്ടുണ്ടോ? ഒപ്പം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അദ്ദേഹം ധാരാളം അയ്യപ്പ ഭക്തിഗാനങ്ങൾ എഴുതുകയും ചിലതൊക്കെ ആലപിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. അതുകൊണ്ട് അദ്ദേഹം സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ടോ മനോജ്? കേൾക്കാമെങ്കിൽ. ഉമേഷ്, വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോഴും ഈ വലിയ നടപ്പന്തലിന് സമീപത്ത് ഈ 18-ാം പടിക്ക് താഴെയൊക്കെ അനുഭവപ്പെടുന്നത്. ഭക്തജനങ്ങൾ അങ്ങനെ തന്നെ കാത്തു നിൽക്കുകയാണ് മുകളിലേക്ക് എത്തുവാൻ വേണ്ടി. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹരിവരാസനം പുരസ്കാരത്തിന് വേണ്ടി ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്കുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് വലിയ നടപ്പന്തലിലെ ആ ഒരു വേദിയൊക്കെയും. ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഴിക്കടുത്തുള്ള ഈ ഒരു ഭക്തജന തിരക്കാണ്. ഇവിടേക്ക് നിരവധിയായി ഭക്തജനങ്ങൾ അങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നിയന്ത്രണങ്ങളുണ്ട്, എന്നാലും ഈ ഒരു മകരവിളക്ക് ദിനത്തിൽ എത്താൻ വേണ്ടി നിരവധിയായി ഭക്തജനങ്ങൾ അങ്ങനെ വേഗത്തിൽ തന്നെ കയറി എത്തുന്നുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള B. രാധാകൃഷ്ണൻ, അദ്ദേഹം രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? യാത്ര നല്ല തിരക്കുണ്ട്. ഇതിപ്പോൾ മകരജ്യോതി ദിനമായതുകൊണ്ട് അഭൂതപൂർവമായ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. എങ്കിലും ഇന്ന് സുഖദർശനം ലഭിക്കും എന്ന ഒരു വിശ്വാസത്തിലാണ്. വർഷങ്ങളായി മകരസംക്രമ ദിനത്തിൽ മകരജ്യോതി ദർശിക്കാനും അതേപോലെ സ്വാമിയെ ദർശിക്കാനുമായി എത്താറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നല്ല ദർശനം ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ 18-ാം പടിക്ക് താഴെ പടി ചവിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും കാത്തു നിൽക്കുകയാണ്. ഈ മകര വിളക്ക് ദർശിച്ച ശേഷമേ ഇന്ന് എല്ലാവരും ഇവിടേക്ക് എത്തുന്നവരൊക്കെ മടങ്ങുകയുള്ളൂ എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 18-ാം പടി കയറുന്ന ഭക്തജനങ്ങൾ, അതോടൊപ്പം തന്നെ അവിടെ അവരെ പെട്ടെന്ന് വേഗത്തിൽ കയറ്റിവിടുന്ന പോലീസുകാർ, എല്ലാവരും അങ്ങനെ തന്നെ ഈ ഒരു ദിവസത്തെ തിരക്ക് അത് കൃത്യമായും നിയന്ത്രിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ്. ഇപ്പോൾ 8:45 മകരസംക്രമ പൂജ. അതിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളുമായി അതോടൊപ്പം തന്നെ ഇനി വരുന്ന നിമിഷങ്ങളിൽ മറ്റ് ചടങ്ങുകളുണ്ട്. ഈ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ഈ ഒരു പുരസ്കാരം നൽകുന്നതുൾപ്പെടെയുള്ള ചടങ്ങുകൾ, അതോടൊപ്പം അതിനുശേഷമുള്ള ഈ വൈകിട്ടോടെ തിരുവാഭരണം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, അത്തരത്തിൽ ഓരോ സ്ഥലങ്ങളിലായുമുള്ള ഓരോ ചടങ്ങുകൾക്കുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. സന്നിധാനവും പരിസരവും ഈ ശബരിമല ഒന്നാകെ തന്നെ അങ്ങനെ ശരണമന്ത്രങ്ങളിൽ മുഖരിതമായി തുടരുകയാണ്. അവിടെ എങ്ങനെ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വലിയ നടപ്പന്തലിലും അത് തന്നെയാണ്, വലിയൊരു തിരക്ക്. ഓരോരുത്തരും അങ്ങനെ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഇരുമുടിക്കെട്ടുമായി അങ്ങനെ ശബരിമലയിലേക്ക് എത്തുമ്പോൾ ആ ഒരു കാത്തുനിൽപ്പൊന്നും, അതായത് അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള തടസ്സങ്ങളും തരണം ചെയ്തുകൊണ്ട് എത്ര നേരം വേണമെങ്കിൽ കാത്തു നിന്നുകൊണ്ട് ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തും. അതും ഈ മകരവിളക്ക് ദിവസം കൂടെയാകുമ്പോൾ അതിന് കൂടുതൽ തിരക്കുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഭക്തജനങ്ങൾ കൂടുതലും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. കുഞ്ഞു മണികണ്ഠന്മാരും അതോടൊപ്പം മാളികപ്പുറങ്ങളും എല്ലാം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകൾ അത് ഏറെ പ്രാധാന്യമുള്ളതാണ്. എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു കണ്ണു നിറഞ്ഞ് കാത്തിരിക്കുന്ന നിമിഷങ്ങളിലേക്ക് ഇനി വൈകുന്നേരത്തോടുകൂടി കടക്കും. ആ മകരജ്യോതി തെളിയുന്നതോടുകൂടി തന്നെ, ആ മകരവിളക്ക് തെളിയുന്നതോടുകൂടി ഓരോ ഭക്തനും അങ്ങനെ ഈ ഒരു മണ്ഡലകാലത്തിൽ കാത്തിരുന്ന ആ നിമിഷങ്ങളിലേക്ക് കടക്കും. അവരങ്ങനെ ഭക്തിയോടുകൂടി സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ആ ശരണമന്ത്രം ഉരുവിട്ടുകൊണ്ട് ഇവിടെ എങ്ങനെ കാത്തു നിൽക്കും. ആ കണ്ണിറയെ ആ
മകരജ്യോതി കാണുവാൻ വേണ്ടിയുള്ള കാത്തുനിൽപ്പാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടിയിട്ട് ഓരോ ഇടങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള അയ്യപ്പന്മാർ അവരെങ്ങനെ സന്നിധാനത്തേക്ക് പോകുകയാണ്. 18ാം പടി ചവിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു യാത്രയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് വിശേഷങ്ങൾ. നമുക്ക് സന്നിധാനത്ത് ഇപ്പോൾ സംക്രമപൂജയുടെ സമയത്തിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ. അപ്പം